ചെയ്തത് ധർമ്മം ഇഷ്ടം പോലെ, അവൾ ചെയ്ത നല്ല പ്രവൃത്തികൾ ഇഷ്ടം പോലെ. ഇതാ മരണം അവളെ ബന്ധിച്ച്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പത്രോസ് അവളുടെ മുമ്പിൽ മുട്ടുകുത്തി ദൈവം തന്ന അധികാരത്തിന്റെ സ്വരത്തിൽ അവൻ നിലവിളിച്ച്, തബീടേ എഴുന്നേൽക്കുക, തബീടേ എഴുന്നേൽക്കുക. രണ്ടാം ജന്മം നൽകുന്ന യേശുവിന്റെ കരം ഇറങ്ങി, മരണക്കെട്ടുകൾ പൊട്ടി. ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, നായകന ഉള്ളടിനാൽ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി, നായകന ഉള്ളടിനാൽ ജയം നിശ്ചയം, ജയം. ഹല്ലേലൂയ. ജയം എപ്പോഴും ജയം. ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുരാജൻ തീനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുടെ ഇരിപ്പ് കണ്ട പായില്ല, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ ബന്ധിക്കപ്പെടുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? എന്റെ ഭാവി ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, മക്കളില്ലാത്ത അവസ്ഥ. മൈ ഫ്യൂച്ചർ ഈസ് ഇൻ അട്ടർ ഡാർക്ക്. 4 കാശില്ല എന്റെ കയ്യിൽ ചെലവാക്കുവാൻ, ജീവിക്കുവാൻ എനിക്കൊരു വേലയില്ല, ഒരു ഉദ്യോഗമില്ല. ഹാർട്ട് എപ്പോൾ സ്തംഭിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഹൃദയ രോഗിയാണ്, ഞാൻ ബന്ധനത്തിലാണ്. മൈ ലൈഫ് ഇൻ ദിസ് വെരി വേൾഡ് ഈസ് അട്ടർ ടെമ്പറൽ. ഒരു താൽക്കാലികം, അടുത്ത മിനിറ്റ് ഒരു പ്രത്യാശയില്ല. ഓ, എന്റെ ശരീരമൊക്കെയും രോഗമാണ്, എന്റെ ജീവിതം തകർച്ചയിലാണ്. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. അങ്ങനെ ഉള്ള ദൈവമക്കൾ, മുട്ടിന്മേൽ നിൽക്കുന്നവർക്ക് മുട്ടിന്മേൽ നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാം, അല്ലാത്തവർക്ക് ഇരിക്കാം. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്ന, ഇന്ന് ഒരു സ്പെഷ്യൽ ഗ്രേസിന്റെ ദിവസമാണ്. ഈ ശോധന, ഈ പ്രതികൂല സാഹചര്യത്തെ ജയിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ജനം എന്റെ പ്രിയ മക്കളാണ്, എന്റെ പ്രിയ മക്കളാണ്. അവർക്ക് ഞാൻ സ്പെഷ്യൽ ഗ്രേസ് കൊടുക്കും. ഹല്ലേലൂയ. നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളിക്കുക. അടങ്ങി നിൽക്കരുത്, അടങ്ങി നിൽക്കരുത്, അടങ്ങി ഇരിക്കരുത്. ദൈവ പൈതലേ, നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇരുമ്പ് വാതിൽ തുറന്ന് സഭ ശ്രദ്ധയോട് നിലവിളിച്ചപ്പോൾ ഇരുമ്പ് വാതിൽ തുറന്ന്, യേശുവേ മനസ്സലിയണം, മനസ്സലിയണം. മക്കളില്ലാത്തവരെ ദൈവം തൊടണം. ഇപ്പൊ തൊടണം, ഇപ്പോ യേശു തൊടണം. ഞാൻ അങ്ങയുടെ വേലക്കാരൻ, എന്റെ ഭാവി ജീവിതം ഇരുട്ടിലാണ്. നോ ഹോപ്പ്, നോ ഹോപ്പ്, നോ ഹോപ്പ്, നോ ഹോപ്പ്. എനിക്ക് പ്രത്യാശയില്ല എന്ന് നിലവിളിയോട് എത്തിയിരിക്കുന്ന സഹോദര സഹോദരിമാരിൽ അങ്ങയുടെ ജീവന്റെ കരം ഇറങ്ങട്ടെ. ഗർഭത്തിൽ ജീവൻ, ഗർഭത്തിൽ ജീവൻ. ഓ റബ ജന ശകാലദന്തന. വൈദ്യശാസ്ത്ര വിധിയെ മാറ്റി എഴുതിക്കൊണ്ട് അങ്ങയുടെ ജീവന്റെ കരം ഗർഭത്തെ തൊടട്ടെ. ടി 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 ടി. ഓ റബ ജന ശകാലദന്തനദബ. ഓ റബലജ. ഓ റഗാലദന്തനദബ. ടി 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 ടി. ജീവൻ, ജീവൻ,
ജീവൻ 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 ജീവൻ. മാനസിക രോഗികളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്ന, മാനസിക പിരിമുറുക്ക് അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൊടുന്ന്, ഉറക്കമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന വ്യക്തികളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്ന, ശാപക്കെട്ടുകൾ ഗർഭത്തിൽ നിന്ന് മാറിപ്പോകുന്ന, ജീവൻ ഇറങ്ങുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് വയ്ക്കുന്നപ്പോൾ സാമ്പത്തിക ബന്ധനം, വരുമാന മാർഗം തടഞ്ഞ് കടമ്പാരത്തിൽ നിലവിളിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തില് കർത്താവ് മനസ്സലിയുന്നു, ദൈവം മനസ്സലിയുന്നു. യേശുവേ മനസ്സലിയണമേ, യേശുവേ മനസ്സലിയണമേ, യേശുവേ. നിലവിളിച്ചാട്ടെ ടി 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 അഭിഷേക ടി അഭിഷേക ടി അഭിഷേക ടി അഭിഷേക ടി. ആമേൻ. ചിലരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഇളകി വീഴുന്നത് പോൽ, ചിലരുടെ ജീവിതത്തിൽ നിന്ന് എന്തോ ഒരു ഇരുട്ടിന്റെ ഘടകം ഇളകി വീഴുന്നത് പോൽ യേശു തൊട്ടിരിക്കുന്നു. യേശുവിന്റെ കരം നിങ്ങളെ തൊട്ടിരിക്കുന്നു. മരണഭയം മാറുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ വാതിലുകളെ കർത്താവ് തുറക്കുന്നതാ. കൃപ 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 കൃപ. ചിലർക്ക് പഠിത്തത്തിന് യോഗ്യമായ ഉപജീവന മാർഗം ലഭിക്കുന്ന വാതിലുകളെ കർത്താവ് ഇതാ തുറക്കുന്നു. ഇരുമ്പ് വാതിലുകളെ തുറന്നവൻ, നിനക്കൊരു ഭാവിയുടെ വാതിൽ ദൈവം തുറക്കുന്നു. എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊട്ടു പാടി ആർക്കുമേ, അന്നു തന്റെ ശുദ്ധരൊട്ടു പാടി ആർക്കുമേ. എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ. ആമേൻ. അഗ്നി 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 ടി 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 ടി. ഓ റബ ജന ശകാലത, ഓ റബ ടി. തൊട്ടതിനായി നന്ദി. എല്ലാവർക്കും ഇരിക്കാം. അഞ്ചാമതായി ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 5-ാം വചനം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട്, ഒരു മനുഷ്യന്റെ കരം അഥവാ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ ഒരു മനുഷ്യന്റെ കരം ഇറങ്ങി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ആമേൻ. ഉടനെ രാജാവ് എഴുതിയ കൈ, യേശുവിന്റെ കരം, കുഷ്ഠരോഗം ഉൾപ്പെടെ സർവ്വരോഗങ്ങളെയും തൊട്ട് സൗഖ്യമാക്കുന്ന കരം, യേശുവിന്റെ കരം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം മുങ്ങിത്താളുമ്പോൾ നമ്മെ പിടിച്ച് താങ്ങി ഉയർത്തുന്ന കരം. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇവിടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു,
ബെൽഷസ്സർ ചക്രവർത്തി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ മകൻ എങ്കിലും ചരിത്ര പുസ്തകങ്ങൾ നമ്മ പഠിപ്പിക്കുന്ന നെബൂഖദ്നേസറുടെ ചെറുമകനാണ് ബെൽഷസ്സർ. ബെൽഷസ്സർ തന്റെ അപ്പൻ നെബൂഖദ്നേസർ ജെറുസലേം ദേവാലയ മന്ദിരത്തിൽ നിന്ന് മോട്ടിച്ചു കൊണ്ടുവന്ന് പൊൻ വെള്ളിക്കൊണ്ടുള്ള പൂജാപാത്രങ്ങളിൽ കള്ള് നിറച്ച് 1000 പ്രഭുക്കന്മാരെയും അവരുടെ വൈപ്പാട്ടികളെയും കൂട്ടിവരുത്തി വിരുന്ന് വെച്ച് അതിൽ കള്ള് നിറച്ച് കുടിച്ച് ഉല്ലസിച്ച് രസിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന് സഹിച്ചില്ല. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഒരു കൈ ഇറങ്ങി, ഒരു കൈപ്പത്തി ഇറങ്ങി, കൈ വിരലുകൾ ഇറങ്ങി കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രാജധാനിയുടെ വെള്ളപൂശിയ ചുവരിൽ ചില അക്ഷരങ്ങൾ എഴുതിയത് രാജാവ് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ട്, അവൻ നിലവിളിച്ച്, അവന്റെ കാലുകൾ വിറച്ച്, അവൻ സ്വരത്തിൽ നിലവിളിച്ച്. പ്രിയമുള്ളവരെ, അവൻ ഭയപ്പെട്ടു. ആമേൻ. അവൻ ഭയപ്പെട്ട് എങ്കിലും മാനസാന്തരപ്പെട്ടില്ല. ആമേൻ. ഇത് കണ്ടപ്പോൾ ബെൽഷസ്സർ ഭയപ്പെട്ടു എങ്കിലും, ഈ ഭയങ്കരമായ കരം എഴുതുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ മാനസാന്തരപ്പെട്ടില്ല. ഈ അക്ഷരം വായിക്കുവാൻ ആർക്കും ജ്ഞാനമില്ല. അവന്റെ രാജ്യത്തിലുള്ള സർവ മന്ത്രവാദികളെയും വിദ്വാൻമാരെയും കൂട്ടിവരുത്തി വായിക്കുവാൻ കൽപ്പിച്ച് ആർക്കും കഴിഞ്ഞില്ല. അവസാനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാനിയേലിനെ കുറിച്ചുള്ള അറിവ് കിട്ടി. ദാനിയേലിനെ കൊണ്ടുവന്ന് രാജാവിന്റെ സങ്കടം ദാനിയേലിന്റെ മുമ്പിൽ അറിയിച്ച് ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ച് തരണം എങ്കിൽ ഞാനൊരു സന്മാനം തരും, ധൂമ്ര വസ്ത്രമും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് നിന്നെ ഈ രാജ്യത്തിന്റെ 3ാമന്റെ സ്ഥാനം നൽകും. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ച ദാനിയേൽ ആ എഴുത്തുകൾ വായിച്ച് എഴുത്തുകൾ വ്യാഖ്യാനിച്ചു കൊടുത്ത്. ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കൈ എഴുതിയ എഴുത്തുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കും മുമ്പ് കർത്താവിന്റെ അഭിഷക്തദാസൻ 2 കാര്യങ്ങൾ ബെൽഷസ്സർ ചക്രവർത്തിക്ക് ഉണർത്തിക്കൊടുക്കുന്നു. അതിന്റെ പേരാണ് സുവിശേഷം. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യും മുമ്പ്, വിടുതൽ ലഭിക്കും മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം, ബെൽഷസ്സറെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 22-ാം വചനത്തിൽ 23-ാം വചനത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രാജാവേ, അങ്ങയുടെ അപ്പൻ നെബൂഖദ്നേസർ അഹങ്കരിച്ചതും, ദാനിയേൽ പുസ്തകം 4-ാം അധ്യായത്തിൽ താൻ ചെയ്ത ബാബേൽ തൊങ്ങുതോട്ടത്തിന്റെ കൊടുമുടിയിൽ ഇരുന്നു കൊണ്ട് ഇത് എന്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിത ബാബേൽ എന്നുള്ള ഗർവത്തിന്റെ വാക്കുകൾ നെബൂഖദ്നേസറുടെ നാക്കിലിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ ക്രോധം ഇറങ്ങി. അവനൊരു കഴുകനെ പോലെ മാറി, കാട്ടുമൃഗങ്ങളുടെ കൂടെ ജീവിച്ച് പുല്ല് തിന്ന്. ഇങ്ങനെ ദൈവം നിന്റെ അപ്പനെ അടിച്ചിട്ടും നീ അത് അറിഞ്ഞില്ല, അറിഞ്ഞതുപോലെ ഭവിച്ചില്ല. നീ നിന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിയില്ല. നമ്പർ 1. രണ്ടാമത്, ഈ സംഭവം നിന്റെ കൊട്ടാരത്തിൽ ആണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടും യഥാർത്ഥ ദൈവത്തെ നീ നമസ്കരിക്കാതെ ഇന്നും പൊന്നും വെള്ളിയും പുല്ലും കുരങ്ങും പാമ്പുമാണ് നിന്റെ ദൈവം. നീ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. 1, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നീ നിന്റെ ഹൃദയത്തെ താഴ്ത്തിയില്ല. നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ദൈവക്രോധം ഇറങ്ങിയത് നീ അറിഞ്ഞിട്ടും നിന്റെ ഹൃദയത്തെ നീ താഴ്ത്തിയില്ല. 2,
സാക്ഷാൽ ദൈവത്തെ നീ മഹത്വപ്പെടുത്തിയില്ല. അതുകൊണ്ട് സഹിക്ക മട്ടും എന്റെ ദൈവം സഹിച്ച് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അവന്റെ കോപത്തിന്റെ കൈയാണ്. ആമേൻ, ഹല്ലേലൂയ. 24 വചനത്തിൽ ദാനിയേൽ 5 അധ്യായം 24 വചനത്തിൽ ദാനിയേൽ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു, ആകയാൽ നീ മാനസാന്തരപ്പെടാതാകയാൽ, നീ ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്താതെ ഇരിക്കുന്നതാകയാൽ, നീ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഇരിക്കുന്നതാകയാൽ, ആകയാൽ ഈ കൈപ്പത്തി ദൈവം അയച്ച് ഇത് എഴുതിച്ചു. ആമേൻ. പല മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും മാനസാന്തരപ്പെടാത്തവന് ഈ കരം ശിക്ഷ നൽകുന്ന കരമാണ്. ആമേൻ. കുഷ്ഠം സൗഖ്യമാക്കുന്ന കരം, നിന്റെ വലിവ് തുടയ്ക്കുന്ന കരം, നിന്റെ ക്യാൻസർ മാറ്റുന്ന കരം, നിന്റെ ഗർഭത്തെ തൊട്ട് ഒരു ആൺകുട്ടിയെ ചോദിച്ചാൽ 6 ആൺകുട്ടികളെ തരുന്ന കരം, നിന്റെ ദാരിദ്ര്യം മാറ്റുന്ന കരം, മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ തന്റെ കരം നീട്ടി താങ്ങി നിന്നെ അവിടെ നിർത്തി മാനിക്കുന്ന കരം. അതേ സമയം പല മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും നീ അത് വകവയ്ക്കാതെ ഇരുന്നാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നിന്നെ ശിക്ഷിക്കുന്ന കരം. ദാനിയേൽ പ്രവചിക്കുന്നു. ദാനിയേൽ 4 അധ്യായം 25 വാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഭയങ്കര കരം എഴുതിയ വാക്കുകൾ മേനെ മേനെ തെക്കോൽ ഈ ബാർസിൻ. ഇതാണ് ആ കൈ എഴുതിയ വാക്കുകൾ. മേനെ മേനെ തെക്കോൽ ഈ ബാർസിൻ. ദാനിയേൽ 4 അധ്യായം 25 വചനത്തിൻ പ്രകാരം, രാജാവേ കേട്ടുകൊള്ളുക. ആ വാക്കുകളുടെ അർത്ഥം, ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്ത്യം വരുത്തി. ആമേൻ. ഇനി നിന്റെ രാജ്യത്വം ഒരു നാൾ കൂടെ നിലനിൽക്കുകയില്ല. ഇത് വ്യാഖ്യാനമാണ്. നിന്നെ എന്റെ ദൈവം തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ട് God weighed in his uneven balance and found guilty. മൂന്നാമത്, നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പേർഷ്യക്കാർക്കും ദൈവം വിഭജിച്ച് കൊടുക്കാൻ പോകുന്നു. പ്രവചനം തീർന്നില്ല, പ്രവചനം പറഞ്ഞ് തീർന്നില്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആ രാത്രിയിൽ തന്നെ അവൻ കൊല്ലപ്പെട്ടു. ബേൽശസ്സർ കൊല്ലപ്പെട്ട് അവന്റെ രാജ്യം, അവന്റെ ഭരണം ആ നാളിൽ തന്നെ 2 ജാതികൾക്ക് ദൈവം വിഭജിച്ചു കൊടുത്തു. ഇത് ബൈബിളിൽ ഉള്ളത് മാത്രമല്ല, ചരിത്രം നമ്മ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളം, വമ്പിച്ച കൈകൾ ഉയർത്തി, തീര കമ്പം തിരുവോളം, മുമ്പും പിമ്പും ആയവൻ അമ്പോ എന്നെ നടത്തും, മുമ്പും ആയവൻ അമ്പോ. യേശു കൈകളെ ഉയർത്തി കണ്ണിനീരോട് ഓറബല ജല ജനശകാലദന്ധനദ പാപത്താൽ എന്നിൽ വന്ന ശാപ കറകൾ മാറ്റി, പാപത്താൽ ശക്തിയോടെ ശക്തിയോടെ ഇരുന്ന് ഉറങ്ങിയല്ല, കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി അഗ്നിയിൽ നിറഞ്ഞ് ആരാധിപ്പി 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 ആരാധിപ്പി. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോടെ 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 ശക്തിയോടെ
ശക്തിയോടെ ശക്തിയോടെ തീ 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 ഓ റബ ജന ശകാലദം ധനദബ ഓ റബല ജന ശകാലദം ധനദബ തീ തീ അഗ്നി കത്തുന്നു അഗ്നി കത്തുന്നടാ അഗ്നി കത്തുന്നടാ അഗ്നി കത്തുന്നടാ ദൈവമേ കേട്ട വചനം അനുസരിക്കുവാൻ ന്യായവിസ്താരത്തിൽ ചെന്ന് നിൽക്കുവാനല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി സ്പർശിച്ച് പാപക്കെട്ടുകളെ പൊട്ടിച്ച് നിഷ്കളങ്കരാക്കണമേ ദൈവസന്നിധിയിൽ നേരുള്ളവരാക്കണമേ അഗ്നി വ്യാപരിക്കുന്നേ അഗ്നി വ്യാപരിക്കുന്നേ തീ ഉള്ളിൽ കത്തുന്നേ എല്ലാരിലും വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളം വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളം മുമ്പും പിമ്പും ആയവേ അമ്പോടെന്നെ നടത്തു മുമ്പോ ആയവേ അമ്പോടെന്നെ നടത്തു യേശുയ അടിസ്ഥാനം ആശവനീലത്രേ ആശ്വാസത്തി വാ തുറന്ന് പാടുവിൻ കണ്ടേൻ ഞാൻ ആശ്വാസത്തി യേശുവിൽ കണ്ടേൻ ഞാൻ ആശ്വാസത്തി യേശുവിൽ ആശ്വാസത്തി യേശുവിൽ കണ്ടേ ഞാൻ അവസാനം ലൂക്കോസ് 24:50 വചനം ലൂക്കോസ് 24:50 അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനന്തരം അവൻ യേശു അവരെ ശിഷ്യന്മാരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി തന്റെ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു കരം നീട്ടി കുഷ്ഠത്തെ സൗഖ്യമാക്കി കരം നീട്ടി മുങ്ങി നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ താങ്ങി നിർത്തി ആമേൻ കരം നീട്ടി മുന്നറിയിപ്പ് നൽകി ശിക്ഷിച്ച് അവസാനം നാം ധ്യാനിക്കുവാൻ പോകുന്നത് കരം നീട്ടി തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചവൻ സുന്ദർ സിംഗിനെയും അനുഗ്രഹിച്ചു സുന്ദർ സിംഗിനെ അനുഗ്രഹിച്ചവൻ നിന്നെയും അനുഗ്രഹിക്കും ആമേൻ എന്റെ ദൈവം നിന്നെ പിടിച്ച് ബന്ധിച്ച് കീറുന്ന ദൈവമല്ല നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ആദാമിനെ സൃഷ്ടിച്ചവൻ ആദ്യം ചെയ്തത് അവനെ അടിച്ചതല്ല അവനെ അനുഗ്രഹിച്ചതാണ് ഗാഡ് ബ്ലെസ്ഡ് ഹിം ഉൽപ്പത്തി 1:28 അവനെ ഉണ്ടാക്കിയ ഉടൻ തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ചു ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അതേ ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രക്ഷിതാവായി യേശു ക്രിസ്തു എന്നുള്ള യഹൂദ ചെറുപ്പക്കാരനായി പാലസ്തീൻ രാജ്യത്തിൽ സഞ്ചരിച്ചപ്പോൾ അവസാനം സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്റെ പ്രിയ ശിഷ്യന്മാരെ ബഥാനിയ പട്ടണോളം കൊണ്ടുപോയി തന്റെ കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിച്ചവൻ അന്ന് അനുഗ്രഹിച്ചവൻ ഇന്നും നമ്മെ അനുഗ്രഹിക്കുവാൻ ഇവിടെ ഉണ്ട് ആമേൻ